ഡിജിറ്റൽ ടെക്നിക്കൽ സർവകലാശാലകളിലേക്ക് സർക്കാർ നൽകിയ പാനൽ തള്ളി ഗവർണറുടെ നിയമനം. ഇരു സർവകലാശാലകളിലേക്കും താൽക്കാലിക വിസിമാരായി 3 പാനലായിരുന്നു സർക്കാർ നൽകിയത്. ഇത് തള്ളി സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല വിസിയും ടെക്നിക്കൽ സർവകലാശാല വിസിയായി ശിവപ്രസാദിനെയും നിയമിച്ച ചാൻസലർ കൂടിയായ ഗവർണർ വിജ്ഞാപനമിറക്കി. സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി. അരുൺ നൽകും വിവരങ്ങൾ. അരുൺ, സർക്കാർ നൽകിയ പാനൽ തള്ളിയാണ് ഗവർണറുടെ നിയമനം. ഇത് സർക്കാരിന് തിരിച്ചടിയല്ലേ? സർവകലാശാല വിഷയത്തിൽ സർക്കാരും ഗവർണറും ഒരുമിച്ച് പോകണം. വിദ്യാർത്ഥികളുടെ ഭാവിയാണ് വലുത്. അതുകൊണ്ട് തന്നെ ഈ ഭരണപരമായ കാര്യങ്ങൾ തർക്കങ്ങൾ ഉണ്ടാകരുതെന്നായിരുന്നു സുപ്രീം കോടതി വിധി. അവിടെ ഒരു സമവായ വാതിൽ തുറക്കുമെന്ന പ്രതീക്ഷയാണ് പൊതുവിലുണ്ടായത്. പക്ഷേ സർക്കാർ നൽകിയ പട്ടിക പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഗവർണറുടെ രാജ്ഭവന്റെ നിർണായകമായ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് ഡോക്ടർ എം കെ ജയരാജ്, രാജശ്രീ, കെ പി സുധീർ എന്നിവരുടെ പേരാണ് സർക്കാർ നൽകിയത്. മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് ഡിജിറ്റൽ സർവകലാശാല. മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിൽ വരുന്ന സർവകലാശാലയാണ്. സാങ്കേതിക സർവകലാശാലയിലേക്ക് പ്രൊഫസർ പ്രവീൺ, ഡോക്ടർ ജയപ്രകാശ്, സജീവ്, ഈ 3 പേരുടെ പേരായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്ന പിന്നാലെ സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകിയത്. ഈ 2 പാനലിൽ നിന്ന് ഒരാളെ പോലും എടുക്കാതെ നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ നിയമിച്ച സിസ തോമസിനെയും അതുപോലെ ഡോക്ടർ ശിവപ്രസാദിനെയും വീണ്ടും പുനർനിയമിക്കുകയാണ് രാജ്ഭവൻ ചെയ്തത്. 6 മാസത്തേക്കാണ് ഇവരുടെ നിയമനം. 6 മാസത്തിൽ കൂടുതൽ കാലാവധിയിൽ ഈ താൽക്കാലിക വിസിമാരെ തുടരാൻ അനുവദിക്കരുതെന്ന് കൂടി സുപ്രീംകോടതി വിധി വ്യക്തമാക്കി. അതുകൊണ്ട് അവർക്ക് 6 മാസത്തേക്കാണ് ഇപ്പോഴത്തെ നിയമനം. പക്ഷേ സർക്കാർ നൽകിയ പട്ടിക പൂർണ്ണമായും തള്ളിക്കൊണ്ട നിലപാട് തീർച്ചയായും സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാലകളിൽ വലിയ പ്രതിസന്ധിയുണ്ട്. ഇപ്പോൾ ഭരണ പ്രതിസന്ധിയുണ്ട്. വലിയ സമരങ്ങൾ, രാഷ്ട്രീയ സമരങ്ങൾ കൂടിയാകുമ്പോൾ പ്രതിസന്ധി ഏറുകയും ചെയ്യുന്നു. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പ്രതിസന്ധിക്ക് ആക്കം കൂടുന്ന നടപടിയാണ് ഗവർണറുടെ ഭാഗത്ത്, രാജ്ഭവന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ സ്ഥിരം വിസിമാരുടെ നിയമനത്തിൽ സർക്കാരുമായി ഏറ്റുമുട്ടലില്ല, സമവായത്തിന് തയ്യാറാണെന്നൊരു നിലപാട് കൂടി രാജ്ഭവൻ വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി നാളെ സർക്കാരുമായി ചർച്ച തുടങ്ങി വയ്ക്കുകയാണ് രാജ്ഭവൻ. സംസ്ഥാനത്തെ മുഴുവൻ സർവകലാശാലകളിലും സ്ഥിരം വിസിമാർ നിയമിക്കാനുള്ള ചർച്ചകൾ നാളെ തുടങ്ങി വയ്ക്കാനിരിക്കുകയാണ് ഇപ്പോഴത്തെ നീക്കം. ഇത് വലിയ വെല്ലുവിളിയായി സർക്കാർ കരുതുന്നു. സർക്കാർ ഗവർണറുടെ തീരുമാനം തിരുത്തണമെന്ന് സർക്കാർ ആവശ്യപ്പെടും. അല്പസമയത്തിനകം നിയമമന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സുപ്രീം കോടതിയിലും അറിയിക്കും. സുപ്രീം കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമായി സുപ്രീം കോടതി സർക്കാരുമായി കൂടി കൺസൾട്ട് ചെയ്ത് തീരുമാനമെടുക്കണമെന്ന വിധി വരുമ്പോൾ അത് മറികടന്നുകൊണ്ട് സർക്കാർ നൽകുന്ന പാനൽ പരിഗണിക്കാതെ ഏകപക്ഷീയമായി ഗവർണർ താൽക്കാലിക വിസിമാരെ നിയമിക്കുകയാണ്. ഇത് സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും താൽക്കാലിക വിസി നിയമനം സർക്കാർ നൽകുന്ന പാനലിലാകണമെന്ന ചട്ടമുണ്ട്. അതെല്ലാം മറികടന്നുകൊണ്ടുള്ള ഈ തീരുമാനം വെല്ലുവിളിയാണെന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കും. സർക്കാർ ഒരുപക്ഷെ സുപ്രീം കോടതി സമീപിച്ചേക്കും. ഗവർണറോട് തീരുമാനം തിരുത്തണമെന്നും ആവശ്യപ്പെടും. അല്പസമയത്തിനകം സർക്കാർ നിലപാട് നിയമമന്ത്രി പി രാജീവ് വിശദീകരിക്കും. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. സർവകലാശാലകളിൽ വലിയ നീക്കങ്ങൾ രാജ്ഭവൻ നടത്തുന്നത് രാഷ്ട്രീയ നീക്കങ്ങളെന്ന വിലയിരുത്തൽ നേരത്തെ CPM നടത്തിയതാണ്. ഇപ്പോഴും ഈ വിവാദം CPM ചർച്ച ചെയ്യും. അതാണ് ആ സാഹചര്യത്തിൽ തന്നെ ഈ 2 സർവകലാശാലകളും സർക്കാർ നൽകിയിരിക്കുന്ന പാനൽ ഗവർണർ തള്ളിയതിനോട് സർക്കാർ ശക്തമായി പ്രതികരിക്കുമോ, അതോ രാജ്ഭവനുമായി തർക്കം വേണ്ട എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുമോ? അരുൺ, എന്ത് മനസ്സിലാക്കാം? വണ്ടികൾ വരും. ഡിജിറ്റൽ ടെക്നിക്കൽ സർവകലാശാലകളിലേക്ക് സർക്കാർ നൽകിയ പാനൽ തള്ളി ഗവർണറുടെ നിയമനം. ഇരു സർവകലാശാലകളിലേക്കും താൽക്കാലിക വിസിമാരായി 3 പാനലായിരുന്നു സർക്കാർ നൽകിയത്. ഇത് തള്ളി സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല വിസിയും ടെക്നിക്കൽ സർവകലാശാല വിസിയായി ശിവപ്രസാദിനെയും നിയമിച്ച് ചാൻസലർ കൂടിയായ ഗവർണർ വിജ്ഞാപനമിറക്കി. സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി. ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലും 6 മാസത്തേക്ക് വിസിമാരെ നിയമിക്കാൻ ചാൻസലറായ ഗവർണർക്ക് അധികാരമുണ്ട് എന്ന സുപ്രീം കോടതി വിധി അത് ഉപയോഗപ്പെടുത്തുകയാണ് രാജ്ഭവൻ. എന്തായാലും 2 സർവകലാശാലകളിലും സർക്കാർ നൽകിയിരിക്കുന്ന പാനൽ ഗവർണർ തള്ളിയതിനോട് സർക്കാർ ഏതു തരത്തിൽ പ്രതികരിക്കും എന്നാണ് ഇനി അറിയാനുള്ളത്. ഇനി അതല്ലെങ്കിൽ ഒന്നുകിൽ സർക്കാർ ശക്തമായി പ്രതികരിക്കുമോ, അതല്ലെങ്കിൽ രാജ്ഭവനുമായി തർക്കം വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കുമോ എന്നാണ് അറിയാനുള്ളത്.